നമ്മൾ കോവിഡ് കാലം തുടങ്ങിയ അവസരത്തിൽ കണഞ്ചിനാഥ് കലാകാരൻ ഒരു പാട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പഴഞ്ചൊല്ലുകൾ ചേർത്ത് ഒരു പാട്ടാക്കി മാറ്റിയപ്പോൾ, ഒരു ഗാനമാക്കി മാറ്റിയപ്പോൾ ഒത്തിരി ജനങ്ങളത് ഏറ്റെടുത്തു. അങ്ങനൊരു ഭാഗ്യമുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പഴഞ്ചൊല്ല്. അപ്പം അത് ഭഗവതിയുടെ തിരുസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. മാനിക്കാത്തിടം ചെല്ലരുത്, മാനം വിട്ട് ഉണരുത്. മാനിക്കാത്തിടം ചെല്ലരുത്, മാനം വിട്ട് ഉണരുത്. മാനിക്കാത്തിടം ചെല്ലരുത്, മാനം വിട്ട് ഉണരുത്. മലർന്നു കിടന്ന് ഉപ്പരുത്, ഇരിക്കും കൊമ്പ് മുറിക്കരുത്. മലർന്നു കിടന്ന് തുപ്പരുത്, ഇരിക്കും കൊമ്പ് മുറിക്കരുത്. ഉദയത്തിൽ കിടന്നുറങ്ങരുത്. അത് പറയാൻ പറ്റിയല്ല. നമ്മളീ കൊറോണ കാലത്തൊക്കെ എങ്ങനെയാ വെയിലടിക്കുമ്പോഴേ എണിക്കാറുണ്ടായിരുന്നുള്ളൂ അല്ലേ? കാരണന്മാർക്ക് അറിയാം നമ്മളിങ്ങനെയൊക്കെ ചെയ്യുള്ളൂന്ന്. പ്രത്യേകിച്ച് ശനി ഞായറൊക്കെ ആണെങ്കിൽ, അവധിയാണെങ്കിൽ എണിക്കും ആരെങ്കിലും. നവരാത്രിയായിട്ടൊക്കെ എണിക്കുന്നുണ്ടാവും വെളുപ്പിന് 8 മണിക്ക്. ഇത് കാരണന്മാർക്ക് അറിയായിരുന്നു പണ്ടേ. അതുകൊണ്ടാ പറഞ്ഞതേ, ഉദയത്തിൽ കിടന്നുറങ്ങരുത്, അസമയത്ത് വഴി നടക്കരുത്. അസമയത്ത് വഴി നടക്കരുത്. അന്യന്റെ വീട്ടിൽ ഉറങ്ങരുത്, അന്യന്റെ മുതലിൽ മോഹമരുത്. അവനുണ്ടായിക്കോട്ടെ, നമുക്കുണ്ടായിക്കോളും. അവനുണ്ടാവുമ്പോ നമ്മളിങ്ങനെ കുശുമ്പ് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല, നമ്മൾ താഴ്ത്തേക്കാൻ പോകുള്ളൂ. അത് ധാരാളം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കും ഭഗവാൻ തന്നോണ്ടിരിക്കും, ഭഗവതി തന്നോണ്ടിരിക്കും. അന്യന്റെ മുതലിൽ മോഹമരുത്, കുട്ടിപ്പക ഉള്ളിൽ കരുതരുത്. കുട്ടിപ്പക പണ്ട് അപ്പൂപ്പനായിട്ടുണ്ടായ ഒരു വഴക്ക ഇപ്പോഴും വച്ചോണ്ടിരിക്കുക, കണ്ടാ മുണ്ടില്ല. ശരിയല്ലേ? കാരണന്മാര് പണ്ട് എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ ഈ പുതിയ തലമുറയും അവനെ കണ്ടാ മിണ്ടരുത് കേട്ടോ, ആ രീതിയിൽ വച്ചോണ്ടിരിക്കാൻ പാടില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? 6 അടി മണ്ണ് പോലും നമുക്ക് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായി. ഇതൊക്കെ പൊതിക്കെട്ടായിട്ട് വലിച്ചു കാട്ടിക്കളയാ. അത്രേ ഉള്ളൂ മനുഷ്യൻ. എന്നാലും അമ്മാവനോട്, അമ്മായിയോട്, അപ്പൂപ്പനോട് ഉണ്ടായ പണ്ട് അളിയനോടുണ്ടായ വഴക്ക് ഇതൊക്കെ ഇപ്പോഴും വച്ചോണ്ടിരിക്കുക. നമ്മൾ നന്നാവാൻ വഴിയില്ല അല്ലെ? ആ കൊറോണ സമയത്ത് എന്തൊരു സ്നേഹമായിരുന്നു എല്ലാവർക്കും. കാരണം ചത്തുപോകുന്ന പേടിച്ചപ്പോഴേ നമ്മളെല്ലാവരും ഒന്നായി. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. പ്രളയം വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴോ മീശ വിരിച്ചു വീണ്ടും പഴയതിലും കേമന്മാരായി നമ്മള്. ശരിയല്ലേ? അതാണ് നമ്മള്. ഇത് കാരണന്മാർക്കറിയാം, നമുക്കിപ്പോഴും അറിയില്ല. അതുകൊണ്ടാ പറഞ്ഞിരുന്നേ, കുട്ടിപ്പക ഉള്ളിൽ കരുതരുത്, ദൈവത്തെ മറക്കരുത്. വീട്ടിൽ പരദേവത ഉണ്ടാവും, സങ്കല്പം ഉണ്ടാവുമല്ലോ, കുലദൈവം ഉണ്ടാവും. കാരണന്മാരായിട്ട് വച്ച് കുഴിച്ചിരുന്ന ആരാധിച്ചിരുന്ന ദേവതകൾ ഉണ്ടാവും. ഇവരെയൊക്കെ മറന്നിട്ട് നമ്മൾ ദേശം മുഴുവൻ നടന്നിട്ട് തീർത്ഥാടനം നടത്തിയിട്ട് ഒരു പ്രയോജനമില്ല ജീവിതത്തിൽ. വീട്ടിലുള്ളവരൊക്കെ കഞ്ഞി കൊടുത്തിട്ട് നാട്ടുകാരെ നന്നാക്കാൻ നടന്നിട്ട് കാര്യമുള്ളേ. ഇത് കാരണന്മാർക്ക് അറിയാം എനിക്ക് അവര് കഞ്ഞി തരില്ലെന്നറിയാം. അതുകൊണ്ട് അവര് ആദ്യം പറഞ്ഞ എന്താ, കുലദൈവത്തെ മറക്കരുത്, കുട്ടിപ്പക ഉള്ളിൽ കരുതരുത്, കുലദൈവത്തെ മറക്കരുത്. തല തൊട്ട് സത്യം ചെയ്യരുത്. പാടില്ല. നമ്മുടെ ശരീരത്തിലെ 7 ചക്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സഹസ്രാരതളം. ഇതിങ്ങനെ താമര പോലെ ഇരിക്കുക. ഈ ഉള്ള ഒട്ടുക്കത്ത നുണ മുഴുവൻ ഇവിടെ കൈവച്ചിട്ട് സത്യം ചെയ്യുന്നത്. ശരിയല്ലേ? ഈ പ്രപഞ്ചത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള എനർജി മുഴുവൻ
അത് മനസ്സിലേക്കായാലും ശരീരത്തിലേക്കായാലും ആവശ്യമായിട്ടുള്ള നന്മകളെല്ലാം വന്നു ചേരുന്നത് സഹസ്രാരതളത്തിലൂടെയാ. അവിടെ കൈ വച്ചിട്ട് ഒട്ടുക്കാത്ത നുണ സത്യം ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? കാരണവന്മാർക്ക് അറിയാം നമ്മൾ ഇങ്ങനെ ചെയ്യുള്ളൂ. അതുകൊണ്ട് ലിപിയില്ലാത്ത കാലത്തെ പഴമൊഴിയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം. തല തൊട്ടു സത്യം ചെയ്യരുത്, തല മറന്നെണ്ണ കേക്കരുത്. ആ വന്ന വഴി അങ്ങോട്ട് മറക്കും. എങ്ങനെ ആയി ഇതൊന്നും നമുക്കൊരു പിടിയില്ല. ആരാ നമ്മളെ സഹായിച്ചത്? ഇതുവരെ 2 അക്ഷരം പറഞ്ഞു തന്നത് ആരാ? ഇതൊന്നും ഒരു ഓർമ്മ പോലും ഉണ്ടായില്ല. കമ്പ്യൂട്ടർ യുഗമാണ്. തിരക്കോട് തോണ്ടല. ഇതുകൊണ്ടാണ് പറയുന്നത് വന്ന വഴി മറക്കരുതെന്ന്. തലമറന്നെണ്ണ തേക്കരുത്, ഉണ്ണുമ്പോൾ കയ്യ തീരെ വേണ്ട. ഇതിങ്ങനെ കുടഞ്ഞോണ്ടിരിക്കും. ചില ആളുകൾക്ക് ഒരു ശീലമുണ്ട്, ഇതിങ്ങനെ ഊണ് കഴിച്ചിട്ട് വായിലേക്ക് വെച്ചിട്ട് വെറുതെ പരിപ്പ് കൂട്ടാൻ ഒരു സാധനമില്ല. ഇത് പാടില്ല. കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വായിൽ വെച്ച് കഴിഞ്ഞ് എച്ചിലായി. അന്നപൂർണേശ്വരിയിലേക്ക് വീണ്ടും ഇങ്ങനെ കൊടഞ്ഞ് ഇടാൻ പാടില്ല. ഉണ്ണുമ്പോൾ കയ്യ കുടയരുത്, ഉണ്ണും കയ്യ വിളമ്പരുത്. ഉണ്ണണ കൈ കൊണ്ട് അങ്ങോട്ട് വിളമ്പും, ആ കയ്യിലെടുത്തിട്ട് അങ്ങോട്ട് വിളമ്പും. അത് പാടില്ല. പിശുക്കന്റെ എണ്ണം വേണ്ട, ഉണ്ണരുത്. പിശുക്കി വിളമ്പരുത്. ഈ പിശുക്കി അങ്ങനെ വിളമ്പുള്ളൂ. ഒരാൾ അതിഥി വീട്ടിലുണ്ടെങ്കിൽ, വീട്ടിൽ ധാരാളം ഉണ്ടെങ്കിലും കൊടുക്കാനൊരു മടിയാ. കുറച്ച് മതിയില്ല, എത്ര പോരെ ഇങ്ങനെ ചോദിക്കുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് മുഴുവൻ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. ഒരു 4 ദിവസം കഴിയുമ്പോൾ അപ്പുറത്തെ ആളുടെ നേരത്തേക്ക് വലിച്ചു. ശരിയല്ല അമ്മേ? ഇങ്ങനെ തന്നെ എന്താ ചെയ്തോണ്ടിരിക്കുന്ന പിള്ളേര്? അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറഞ്ഞവര് കേൾക്കില്ലേ? പിശുക്കി വിളമ്പരുത്, കോട്ട് വിളക്ക് വയ്ക്കരുത്, വട്ടക്കോട്ട് തല വച്ചുറങ്ങരുത്, സന്ധ്യയ്ക്ക് ചൂല എടുക്കരുത്. അത്രയും നേരം ഇങ്ങനെ മൊബൈലിൽ ഞോണ്ടി ഇങ്ങനെ ഇരിക്കും. കരക്കാരുടെ അപ്പുറത്തെ ആളുടെ കുറ്റവും ഇതൊക്കെ കണ്ടുപിടിച്ചോ എന്തൊരു പീഡനം അവിടെ നടന്നത്. എന്നിട്ട് ആ സന്ധ്യ ആകുമ്പോ ചൂലെടുത്തോട്ട് പെരുമാറ്റം. ഇത് കാരണവന്മാർക്ക് അറിയാം നമ്മൾ ഇങ്ങനെ ചെയ്യുള്ളൂ. അതുകൊണ്ട് പണ്ടേ പറഞ്ഞു സന്ധ്യയ്ക്ക് ചൂല എടുക്കരുത്, അന്തിക്ക് മാലിന്യം കളയരുത്. അത് അന്തിക്ക് കളയാൻ പറ്റും. ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് ആരും കാണാണ്ട് കളയണമെങ്കിൽ അന്തിക്ക് തന്നെ പറ്റുള്ളൂ. അപ്പുറത്തെ ആളുടെ പറമ്പിലേക്കോ നടു റോട്ടിലേക്കോ കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ, സേഫായിട്ട് വെക്കണമെങ്കിൽ അത് രാത്രിയേ പറ്റുള്ളൂ. അത് കാണണം പറയണ ശരിയല്ല. അന്തിക്ക്, ഇത് ഞാനല്ല പറഞ്ഞ, കാരണന്മാര് പറഞ്ഞതാ. അന്തിക്ക് മാലിന്യം കളയരുത്, തൊഴിലിൽ അലസത കാട്ടരുത്. വല്ലവന്റെ കയ്യും കാലും പിടിച്ചുള്ള ശുപാർശയൊക്കെ ചെയ്തൊരു പണി കിട്ടിയ പിന്നെ പണിയെടുക്കില്ല. നമ്മളെന്തെങ്കിലും അടയ്ക്കാൻ അവിടെ ചെന്ന് ഇങ്ങനെ നിന്നാൽ, അമ്പലത്തിൽ ചെന്ന് നിൽക്കണ പോലെ നിന്നാലേ എല്ലാം നടക്കുള്ളൂ. ഈ കാലിന്റെ മുകളിൽ കാലും കയറ്റി വെച്ചവരെ ഇരിക്കും, പണിയെടുക്കാൻ പറ്റില്ല. ഇത് കാരണവന്മാർക്ക് അറിയാം. എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ പേരക്കുട്ടി ഇങ്ങനെ ചെയ്യുള്ളൂ എന്നറിയാം. അതുകൊണ്ട് ഇവരെ പണ്ടേ പഴമൊഴിയായിട്ട് പറഞ്ഞത് തൊഴിലിൽ അലസത കാട്ടരുത്, വരവറിയാതെ ചിലവരുത്, അത്താഴ പട്ടിണി കിടക്കരുത്. അത്താഴ പട്ടിണി കിടന്നിട്ട് സ്ലിം കുട്ടി ആവാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് പെൺകുട്ടികള്. ഒരു ഗുണമില്ല. ഈ പട്ടിണി കിടന്നിട്ട് സ്ലിം കുട്ടി ആവാൻ ശ്രമിച്ചാല് ഈ കൊറോണ പോലത്തുള്ള മാരകമായ രോഗങ്ങൾ വരും. പ്രതിരോധ ശക്തി ഉണ്ടാവില്ല, അല്ലേ? ശരിയല്ലേ? പട്ടിണി കിടന്നാൽ രോഗങ്ങൾ വരും തീർച്ചയാ. ഈ കൊറോണ കാലത്ത് നമുക്ക് ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ ദേഹത്തേക്ക് കിടന്നത്. ഇത്രയും പോലും കാണാനും പോലും പറ്റാത്ത ഒരാണു ഈ ലോകം മുഴുവൻ വ്യാപിച്ചെങ്കിൽ എന്താ? നമുക്ക് അത്രയും ശക്തി ഇല്ലാത്തതുകൊണ്ടാ. അതെങ്ങനെയാ? ഇന്ധനം ഉണ്ടെങ്കിലല്ലേ വണ്ടി ഓടുള്ളൂ. ഇത് കഴിക്കില്ല, സ്ലിം ബ്യൂട്ടി ആവണം. നല്ലതല്ല കഴിച്ച് വ്യായാമമൊക്കെ ചെയ്ത് സ്ലിം ബ്യൂട്ടി ആക്കിയാൽ അതിന് ഗുണം ഉണ്ടാവും, രോഗം വരില്ല. അത്താഴ പട്ടിണി കിടക്കരുത്, അത്താഴത്തിന് കഴിക്കരുത്, മാതൃവചനം തട്ടരുത്. അമ്മ
10 മാസം ചുവന്ന് നൊന്ത് പ്രസവിച്ച് വളർത്തി കൈപിടിച്ച് നടത്തി പഠിപ്പിച്ച് ജോലി മേടിച്ച് നമ്മൾ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ചെന്നിരിക്കുമ്പോ അമ്മയ്ക്കൊരു തേങ്ങ അറിഞ്ഞൂടാ. അമ്മ പറയണൊക്കെ പഴയതാ. ഇത് കമ്പ്യൂട്ടർ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അമ്മ അവിടെ മാറി അങ്ങോട്ട് ഇരിക്കുക. കഴിക്കാൻ ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് കിട്ടണില്ലേ? ഇതാ ഇപ്പോഴത്തെ അവസ്ഥ. മാതൃവചനം തട്ടരു മാതാവിന്റെ വചനങ്ങൾ ലംഘിച്ചിട്ട് ഒരു മനുഷ്യനും ഒരു കാലത്തും അങ്ങനെ ആയിട്ടില്ല. അതുകൊണ്ടാണ് കാരണവന്മാര് പറയുന്നത്, അച്ഛന്മാര് വരെ പറയണ എന്താ മക്കളോട്, മക്കളെ അമ്മ പറയണ അനുസരിക്കണം കേട്ടോ, അമ്മയെ വിഷമിപ്പിക്കരുത്. ഇതാണ് നമ്മള് പിതാക്കന്മാരും പറയുള്ളൂ. മാതൃവചനം തട്ടരുത്, മാതൃദോഷം ചെയ്യരുത്, മാതൃദോഷം ചെയ്യരുത്.